കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദേശത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി വില കൊടുത്ത് അതിനുവേണ്ടി അനുദിനം ഒരുങ്ങുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ദൈവത്തോട് കണ്ണുനീർ വാർക്കുകയും ചെയ്യുന്ന ഓരോ വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും ഈ സന്ദേശം ഒരു പടിയും കൂടെ വിശുദ്ധിയിലേക്ക് വളരുവാൻ ദൈവം സഹായിക്കും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെ ഈ സന്ദേശം നിങ്ങളിലേക്ക് പകരുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം ഈ സന്ദേശത്തിലേക്ക് ഞാൻ എന്നിലേക്ക് തന്നെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം വിശുദ്ധന്മാരെ തകർക്കുന്ന മോഹ വലയങ്ങൾ. നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിത വിശുദ്ധി കാത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെയാണ് ഞാൻ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സന്ദേശം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും മാറ്റിമറിക്കുന്ന രീതിയിൽ ദൈവം തീർക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഞാൻ ദൈവനാമത്തിൽ ആശ്രയിക്കുന്നു. അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം, നാം ഇന്ന് ജീവിക്കുന്ന ലോകം പിശാച് മോഹങ്ങളെ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മോഹം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഒരു വ്യക്തിയെ നോക്കിയാലും, ഒരു വീടിനെ നോക്കിയാലും, ഒരു വാഹനത്തെ നോക്കിയാലും എന്ന് വേണ്ട, ഏത് മേഖലകളിലും മോഹം അതിനകത്ത് നിറച്ചു വെച്ച് പിശാച് ലോക ജനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധന്മാരായിരിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ മോഹം ഉണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളും പറയും, ഞങ്ങൾക്കൊരു മോഹവും ഇല്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടികളാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ടവരാണ്. ദൈവപുരുഷന്മാരും പറയുന്നു, ദൈവദാസിമാര് പറയുന്നു, ദൈവത്തിന്റെ അഭിഷക്തന്മാർ പറയുന്നു, സകലരുടെയും വാക്കുകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ മോഹം അവരുടെ ഉള്ളിൽ ഇല്ല എന്ന് പലപ്പോഴും നമ്മൾ സമർത്ഥിക്കാറുണ്ട്. ആ സമർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും ചെയ്യുന്ന നമ്മുടെ പ്രവചനം, നമ്മുടെ അത്ഭുതം, നമ്മൾ ചെയ്യുന്ന രോഗശാന്തികൾ, നമ്മൾ ചെയ്യുന്ന ഭൂതശാന്തികൾ, നമ്മുടെ ചെയ്യുന്ന വചന ശുശ്രൂഷകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ആത്മീയ പക്വതയിലുള്ള മറ്റുള്ള പ്രവർത്തികൾ കണ്ടിട്ട് നമ്മൾ വിലയിരുത്താറുണ്ട്, അങ്ങനെയൊന്നും ഞാൻ മോഹവലയത്തിനകത്ത് കുരുങ്ങിയിട്ടില്ല എന്ന്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഹല്ലേലൂയ. നമുക്കിത്, ഞാൻ ഈ വചനം പറയുമ്പോഴും വളരെ ഭയത്തോടുകൂടെ, വളരെ വിറയലോടുകൂടെയാണ് ഈ സന്ദേശം പകരുന്നത്. കാരണം നാം ആയിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും പൈശാചികന്റെ അധീനതയിൽ കിടക്കുകയാണ്. അവൻ ലോകത്തെ മുഴുവനും തെറ്റിക്കുവാൻ അനേക മോഹവലയങ്ങൾ ഉണ്ടാക്കി അവൻ ഇന്ന് വിശുദ്ധന്മാരെ പോലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കൃപയാ നമ്മളെയൊക്കെ ദൈവം ഇങ്ങനെയൊക്കെ നിർത്തിയിരിക്കുന്നു. അതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി. ഇനിയും ആ കൃപയിൽ താണിരിക്കാം, വീണ്ടും ദൈവത്തോട് നമുക്ക് അടുക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നോക്കുക, ഞാൻ ആദ്യമായി യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം തന്നെ പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണം പിറന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ മോഹം എന്ന് പറയുന്നത്? ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ഈ മോഹം കടന്നു വരാൻ സാധ്യതയുണ്ടോ? വന്നാൽ നമുക്കതിനെ എങ്ങനെ നീക്കാം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മോഹം തുടങ്ങുന്നത് ഏതേം തോട്ടത്തിലല്ല, മറിച്ച് ദൈവം സൃഷ്ടിച്ച ദൂതന്മാരുടെ ഇടയിൽ അഗ്രഗണ്യനും സൗന്ദര്യവാനും ദൈവിക ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത വളരെ മനോഹരിതനായിരിക്കുന്ന ലൂസിഫർ
എന്ന് പറയുന്ന ആ ദൂതന്റെ ഹൃദയത്തിനകത്ത് ഒരു കൊച്ചു മോഹം വന്നു. ആ മോഹം ഇതാണ്: എനിക്ക് അത്യുന്നതങ്ങളിൽ കയറണം, ദൈവത്തിനോട് സമനായി തീരണം. കൊച്ചു മോഹം. ഈ മോഹം മനസ്സിലാക്കിയ ദൈവം അവനെ ഈ ഭൂമിയിൽ തകർത്തെറിയുവാനിടയായി. ആ ലൂസിഫറാണ് ഇന്ന് പൈശാചികനായി വിശുദ്ധന്മാരെ തെറ്റിക്കുവാൻ, ലോകത്തെ മുഴുവനും തെറ്റിക്കുവാൻ അവൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? എന്നാൽ അതിനുശേഷം നമുക്കറിയാം, ഏതേൻ തോട്ടത്തിൽ ദൈവം ഒരു മനോഹരമായ ഒരു തോട്ടം, ഏതേൻ, നമ്മുടെ വീടുകളിൽ പേരിടുന്നത് പോലെ തോട്ടത്തിന്റെ ഒരു പേരിട്ട് കൊടുത്തു, ഏതേൻ. എത്ര മനോഹരമായിരിക്കുന്നു! അതിനകത്ത് മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, സകലവിധമാകുന്ന കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ഒടുവിൽ താൻ ഏകനായിരിക്കുന്നല്ല എന്ന് പറഞ്ഞ് തനിക്കൊരു തുണയും കൊടുത്തു. എന്റെ ചിന്തയാണ്, ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, വർഷങ്ങളോളം ഇവർ ഒരുമിച്ച് സന്തോഷത്തോടുകൂടെ ഒരു സ്വർഗീയ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് ദൈവം ഇറങ്ങി വരും. ദൈവമായിട്ട് ഒരു ഭയങ്കരമായ ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ കൂടാൻ തുടങ്ങി. എന്തോ ഒരു സന്തോഷം! ഹല്ലേലൂയ! പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ഒരു കുടുംബത്തിൽ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അതൊരു സ്വർഗീയമായ സന്തോഷമാണ്. ദൈവം ഇല്ലാത്തവന്റെ കുടുംബം നരകം പോലെ പോകേണ്ടി വരും. എന്നാൽ ദൈവം വസിക്കുന്ന ഒരു ഭവനം സ്വർഗതുല്യമാണ്. എന്നാൽ പിശാച് ഇവരുടെ ബന്ധത്തെ ദൈവത്തിൽ നിന്ന് ഇവരെ അകറ്റിക്കളയാൻ പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് നടക്കുക. ഒരു തന്ത്രത്തിലും ഇവർ വീഴുന്നില്ല. ഞാൻ എൻ്റെ ചിന്തയിൽ ചിന്തിക്കുകയാണ്, സാത്താൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അസൂയ പൂണ്ടിങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം ഇവൻ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ കൂടെയായിരുന്നു. ആ ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ ഉണ്ടായ സന്തോഷം, ആനന്ദം, പ്രത്യാശ, ദൈവത്തിലുള്ള ആ സമാധാനം, ഇതെല്ലാം മനസ്സിലാക്കി ലൂസിഫർ അവന്റെ ഹൃദയത്തിനകത്ത് അസൂയ കൊണ്ട് നടക്കുകയാണ്. ഏത് വിധേയനെങ്കിലും ആദാമിനെയും ഹവ്വയെയും ദൈവത്തിൽ നിന്ന് തെറ്റിക്കണം എന്നൊറ്റ ചിന്തയോട് നടക്കുക. കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഹവ്വയുടെ അടുക്കലേക്ക്, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ സാത്താൻ ഹവ്വയെ സ്വാധീനിക്കാൻ തുടങ്ങി. ഹവ്വയോട് കാര്യങ്ങൾ ചോദിച്ചു. ഒടുവിൽ വൃക്ഷം, ദൈവം പറഞ്ഞ വൃക്ഷത്തിന്റെ ആ ഫലം തിന്നാമോ, എന്താണ്, ഏതാണ്, വിശേഷങ്ങൾ തിരക്കാനിടയായി. ഒരു മോഹം വരുന്നത് ഒരു സെക്കൻഡ് കൊണ്ടല്ല, ചില അന്വേഷണങ്ങളുടെ പിന്നിലായിരിക്കും മോഹം ജനിക്കുന്നത്. നോക്കുക, ഈ അമ്മാമ്മയോട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെ വായിക്കുമ്പോൾ നിങ്ങൾ അവിടെ പറഞ്ഞു, ദൈവം പറഞ്ഞത് ഹവ്വ കുറച്ചുകൂടെ കൈയിട്ട് പറയുവാനിടയെ. നിങ്ങൾ ബൈബിൾ വായിച്ചോളൂ, സമയക്കുറവുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. എന്നാൽ സാത്താൻ അവളോട് പറഞ്ഞൊരു വാക്കിതാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നന്മ തിന്മകൾ അറിയുന്നവരായി ദൈവത്തെ പോലെയാകും. ആണോ? പിശാച് അവൾക്ക് കൊടുത്ത ഓഫർ, മോഹം കൊടുത്തത് കണ്ടോ, മോഹിപ്പിച്ചത് കണ്ടോ? നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. സാത്താൻ ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. പക്ഷെ ദൈവം മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. സാത്താൻ പറഞ്ഞു നിങ്ങൾ മരിക്കയില്ല. ഇവളുടെ മനസ്സിനകത്ത് ഈ മോഹം പൊങ്ങാൻ തുടങ്ങി. ഈ മനസ്സിനകത്ത് മോഹം ഉള്ളിനകത്തിരിക്കുമ്പോഴും ഇവള് ഇത് കൊണ്ട് നടക്കുകയാണ്. തന്റെ കുടുംബനാഥനോട് പറഞ്ഞു കാണില്ലായിരിക്കാം, വൈകിട്ട് വന്ന ദൈവത്തോട് പറഞ്ഞു കാണില്ലായിരിക്കാം, കൂട്ടായ്മയിൽ എന്നും വരും, വൈകിട്ട് വരും പ്രാർത്ഥന. പക്ഷെ പണ്ടത്തെ പോലെ ഒരു ചൂടൊന്നും ഈ ഹവ്വയ്ക്ക് ഉണ്ടാകുകയില്ല. കാരണം ഇവളുടെ ഉള്ളിനകത്ത് മോഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും ആഹാരം പാചകം ചെയ്യുമ്പോഴും ഇവരുടെ സകല കാര്യങ്ങളുടെ ഇടയിലും ഈ 3 കാര്യം: നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും, നിങ്ങൾ മരിക്കയില്ല. പിശാചിട്ട ഈ വലിയ ഓഫർ, ഈ മോഹ വാഗ്ദാനം, ഈ മോഹ വലയത്തിൽ ഇവളുടെ ഹൃദയം ഓരോ ദിവസവും വളരാൻ തുടങ്ങി. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം പറഞ്ഞതുപോലെ, മോഹം ഗർഭം ധരിച്ചു പാപം പ്രസവിക്കാൻ പോവുകയാണ്. കുറേ മാസങ്ങൾ ഇവൾ മോഹം ഇങ്ങനെ വളർന്നു വരികയാണ്. എന്നാൽ ഒരു ദിവസമായപ്പോൾ
സാത്താൻ ആ വൃക്ഷത്തിന്റെ മൂട്ടിൽ അല്ലെങ്കിൽ മുമ്പിൽ ഇവളെ കൊണ്ടെത്തിച്ചു. പ്രിയമുള്ളവരെ, മനസ്സിനകത്തൊരു മോഹമുണ്ടെങ്കിൽ സാത്താൻ ആ വിഷയത്തിന്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ എത്തിക്കും. അവൾ ആ പഴം പറിച്ചു, താൻ കഴിച്ചു, തന്റെ ഭർത്താവിനും കൊടുത്തു. കൊടുത്ത മാത്രയിൽ അവരുടെ കണ്ണ് തുറന്നു. അവർ നഗ്നരെന്ന് പറഞ്ഞു. പിശാച് പറഞ്ഞത് അവിടെ സത്യമായി തീർന്നു. രണ്ട്, അവർ മരിക്കയില്ല നിശ്ചയം, അത് ശരിയായി. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്താ മരണം സംഭവിച്ചത്? ആത്മീയ മരണം സംഭവിച്ചു. ആത്മീയ മരണം സംഭവിച്ചു. അവരുടെ കണ്ണ് തുറന്നു. അവർ നഗ്നരായി. അവർ ഒളിക്കാൻ തുടങ്ങി. അവർ ഭയപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വൈകിട്ടായപ്പോൾ ദൈവം എല്ലാ ദിവസവും വരുന്നത് പോലെ വന്നപ്പോൾ ആളെ കാണാനില്ല. കാരണം എന്താണ്? അവർ ഗർഭം ധരിച്ച് പാപം പ്രസവിച്ചു. പാപം പ്രസവിച്ചു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവ മക്കളോട് ഞാൻ പറയട്ടെ, ഹൃദയത്തിനകത്ത് ആരാനും എന്തെങ്കിലും ദൈവത്തെ പോലെ, അവളുടെ ചിന്ത എനിക്ക് ദൈവത്തെ പോലെ ആകണം, ദൈവത്തെ പോലെ ആകണം. ഒരു പക്ഷേ അവളുടെ ഉള്ളിനകത്ത് വന്ന ആ ചെറിയ മോഹം അത് ഓരോ ദിവസം കഴിയുന്നൊരു വളരാൻ തുടങ്ങി. ദൈവത്തെക്കാൾ വലുതാകണം, ദൈവത്തെക്കാൾ വലുതാകണം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, സാത്താൻ തരുന്ന ഓഫറുകൾ മോഹവലയത്തിനകത്ത് കുടുങ്ങിയവരുടെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. സ്ഥാനത്തിനു വേണ്ടി, മാനത്തിനു വേണ്ടി കർത്താവിനെ കളഞ്ഞോടുന്ന ദൈവമക്കളുണ്ടെന്ന് എനിക്കറിയാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹൗവയുടെ ജീവിതം, ആദാമിന്റെ ജീവിതം, അവർ മോഹവലയത്തിനകത്ത് വീണുപോയി. പിശാചിട്ട നയതന്ത്രമായ രീതിയിൽ, കണ്ടോ, നിങ്ങൾ കണ്ണു തുറക്കും, നിങ്ങൾ മരിക്കയില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആവും. ആ വാക്കിന്റെ മുമ്പിൽ അവൾ വീണു. ഇതുപോലെ അനേകർ പറഞ്ഞ, മനുഷ്യൻ പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന വിശുദ്ധന്മാരുണ്ട്. എന്നാൽ തന്നെ നോക്കുക, ഈ മോഹം അവരുടെ ഉള്ളിൽ കിടക്കുമ്പോഴും എല്ലാ ദിവസവും വൈകിട്ട് ദൈവം വരുന്നു, ഫെലോഷിപ്പ് കൂടുന്നു, സ്വോത്രം പറയുകയായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കാം, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമായിരിക്കാം. പക്ഷേ ഈ മോഹം അവിടെ കിടക്കുക. ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, യൗവനക്കാര, യുവതിയെ, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മോഹം ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് അന്യഭാഷ പറയാം, നിങ്ങൾക്ക് പ്രവചിക്കാം, നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാം, നിങ്ങൾക്ക് രോഗശാന്തി ചെയ്യാം, നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ആത്മീയ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ അത് വെറും അത്തിയല മാത്രമാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനകളെല്ലാം അത്തിയലായി തീർന്നു. കാരണം അകത്ത് മോഹം കിടക്കുകയാണ്. അകത്ത് മോഹം വെച്ചിട്ട് എന്തെല്ലാം പ്രാർത്ഥനകളാണ്, എന്തെല്ലാം ശുശ്രൂഷയാണ്. അവിടെ അകത്തെന്താണ് കിടക്കുന്ന മോഹം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പനയുടെ 10ാമത്തെ കൽപ്പനയാണ് മോഹിക്കരുത്. മോഹിക്കരുത് കൽപ്പനയാണ്, ദൈവിക കൽപ്പനയാണ്. ആ കൽപ്പന മോഹിക്കരുതെന്ന് പറഞ്ഞ കൽപ്പന ഒരു വിശുദ്ധന്റെ ഉള്ളിനകത്ത് ഇരുത്തിയ ശേഷം അവന്റെ പ്രാർത്ഥന കൊണ്ടോ, അവന്റെ ആരാധന കൊണ്ടോ, അവന്റെ അന്യഭാഷ കൊണ്ടോ, ഹല്ലേലൂയ, അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, സ്ഥാനത്തിനു വേണ്ടി നമ്മൾ ഈ അത്തിയല ചുറ്റി അഭിനയിക്കുന്ന അഭിനയമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തിനു വേണ്ടിയാ? എന്നെ ഒരു സ്ഥാനത്തിന് പിടിച്ചിരുത്തണം, എന്നെ സെക്രട്ടറി ആക്കണം, എന്നെ ഖജാൻജി ആക്കണം, എന്നെ ലീഡർ ആക്കണം, എന്നെ സെൻട്രൽ പാസ്റ്റർ ആക്കണം. അതിനുവേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുന്ന അകത്ത് മോഹം വെച്ചിട്ടാണ് ഈ അത്തിയില കൊണ്ട് ചുറ്റി അവർ ഉണ്ടാക്കിയ അരയാട പോലെ പലതും ചെയ്യുന്നത്. ഓരോ സ്തോത്രങ്ങൾ കേട്ടാൽ അത്തിയില പോലെ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഒരു കഠിനമായ ചൂട് വരാൻ പോവുകയാണ്, വലിയൊരു പ്രതിസന്ധി വരാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ ചുറ്റിയ അത്തിയല ഉണങ്ങിപ്പോകും, വാടിപ്പോകും. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തിന്റെ മുമ്പിൽ, ദൈവ മക്കളുടെ മുമ്പിൽ, വിശുദ്ധന്മാരുടെ മുമ്പിൽ, നിത്യ നിയമത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാതെ നിങ്ങൾ ലജ്ജ ധരിച്ച് നിങ്ങൾ പോകേണ്ട ഗതികേട് വരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളുടെ ആലോചന പറയുകയാണ്. ഹൃദയത്തിനകത്ത് കിടക്കുന്ന മോഹം കണ്ടോ. അവളുടെ ആഗ്രഹം ദൈവത്തെ പോലെ ആകണം, മരിക്കാതെ ജീവിക്കണം, അവളുടെ കണ്ണ് തുറക്കണം. അവളുടെ പിശാച് പറഞ്ഞ ആ മോഹന വലയത്തിൽ കുരുങ്ങിപ്പോയി. ഇന്നും പല ആത്മീയരും
പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ദൈവത്തിന് വേണ്ടി ദശാംശം കൊടുക്കുന്നു, എല്ലാം ചെയ്യുമ്പോഴും ആരോ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ സാവധാനത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു കൊച്ചു സന്ദേശം നിങ്ങളുടെ ഉള്ളറയ്ക്കകത്തേക്ക് പരിശുദ്ധമ പകരുകയാണ്. എവിടെയെങ്കിലും മോഹം വെച്ചിട്ട് ഈ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല കേട്ടോ. കാരണം 10ാമത്തെ കൽപ്പനയാണ്, 10 കൽപ്പനയുടെ 10ാമത്തെ കൽപ്പനയാണ് മോഹിക്കരുത്. ആ മോഹിക്കരുതെന്ന് പറഞ്ഞ കൽപ്പന ലംഘിച്ച ശേഷം ഉള്ളിനകത്ത് മോഹം കരുതി വെച്ചിട്ട് കണ്ടോ, ദൈവത്തെ പോലെ ആകണം, ഒന്ന് വളരണം, എനിക്ക് 10 പൈസ ഉണ്ടാക്കണം, എനിക്ക് മാന്യനാകണം. പ്രിയമുള്ളവരെ, ദൈവം വളർത്തുമ്പോൾ വളർത്തട്ടെ, ദൈവം അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, ദൈവത്തിന്റെ കൈക്കീഴിൽ നിങ്ങൾ താണിരിപ്പിക്കണം, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിപ്പിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങൾ അവന്റെ മേൽ വയ്ക്കുക. ഈ വേദനയോട് ഇരിക്കുമ്പോഴാണ് ഒരു ഓഫർ വരുന്നത്, ഒരു മോഹം വരുന്നത്. ആരോണ്ടോ പറയുകയാണ്, ഇന്നിടത്ത് ഒരു വിസ കിടക്കുന്നു, അല്പം കള്ളമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന്, നിങ്ങളുടെ കടബാധ്യത മാറുമെന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരുമെന്ന്, നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന്, ആ കടബാധ്യത മാറുമെന്ന്, നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമുള്ള സാമ്പത്തികം കിട്ടുമെന്ന്. നോനോ, രക്ഷിക്കപ്പെട്ട പാൻഡി, രക്ഷിക്കപ്പെട്ട ദൈവദാസരെ, അഭിഷേകദാസന്മാരെ, ഒരു സ്ഥാനത്തിന് വേണ്ടിയോ വളർച്ചയ്ക്ക് വേണ്ടിയോ ഉയർച്ചയ്ക്ക് വേണ്ടിയോ താൽക്കാലിക നന്മയ്ക്ക് വേണ്ടിയോ അരയാടെ ചുറ്റാൻ പോകരുത്. ദൈവ തേജസ്സിൽ നിന്നുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം, വേർപാട് നിൽക്കണം, മോഹ വലയങ്ങളെ വെട്ടിമാറ്റുക. അങ്ങനെ ലോകത്ത് നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ നമ്മളോട് കൂടെ ഇറങ്ങിയ ദൈവദാസന്മാരൊക്കെയും ഹല്ലേലൂയ വലിയ സമ്പന്നന്മാരായി തീർന്നു. വലിയ വലിയ ബംഗ്ലാവുകൾ കിടക്കുന്നു, വലിയ വലിയ സ്ഥാനങ്ങളിൽ കിടക്കുന്നു, വിദേശത്ത് പോവുകയും വരികയും ചെയ്യുന്നു. ഒത്തിരി ശുശ്രൂഷകർ, എവിടെ നോക്കിയാൽ അവരുടെ പോസ്റ്ററുകൾ. മനസ്സുകൊണ്ട് പിശാച് പറയും, കണ്ടോ, നീ മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത്. പിശാച് അവിടെ വെച്ച് തുടങ്ങും മോഹന വാഗ്ദാനങ്ങൾ. ആ മോഹൻ വലയത്തിനകത്ത് നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ഇവിടെ ദരിദ്രനായി ജീവിച്ച്, ഹല്ലേലൂയ, ഒന്നുമില്ലാത്തവനായി ജീവിച്ച് വ്യവസ്ഥ പ്രകാരം നിന്നാൽ ദൈവം ഈ ഭൂമിയിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാത്രമല്ല മാറ്റുന്നത്, മറിച്ച് വരാനുള്ളൊരു നിത്യകാലം, നിത്യയുഗം എന്റെ ദൈവത്തോട് വാഴണമെങ്കിൽ ഹൃദയത്തിനകത്തുള്ള മോഹവലയം ഇന്ന് പൊട്ടിച്ചെറിയുക. ആരെങ്കിലും എന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഹൃദയത്തിനകത്ത് മോഹം വെച്ചുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഏതെങ്കിലും തോട്ടത്തിൽ നടന്നതുപോലെ നടക്കുകയും ചെയ്യുന്നെങ്കിൽ അത് താൽക്കാലികമാണ്. താമസിക്കാതെ തോട്ടം വിടേണ്ട ഗതികേട് വരും എന്ന കാര്യം ഇന്ന് നിങ്ങൾ മറക്കാതിരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം വീണ്ടും വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ. ദാവീദിനെ കുറിച്ച് നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും ആ ദാവീദിനെ കുറിച്ച് പുകഴ്ത്താറുണ്ട്. ഞാൻ ആ ദാവീദിനെ കുറിച്ച് ഒരിക്കലും കുറ്റം പറയുകയില്ല. കാരണം പുള്ളി ദൈവത്തിൽ നിന്നും അനേക കാര്യങ്ങൾ വാങ്ങിച്ച മനുഷ്യനാണ്. പക്ഷേ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് ചില മേഖലകളിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. നോക്കുക, 1 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, ഒരു യുദ്ധം ഒരു സ്ഥലത്ത് നടക്കുകയാണ്. ഒരു വൈകിയ സമയത്ത് ദാവീദ് മട്ടുപ്പാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ദാണ്ടെ തൊട്ടടുത്ത് ബർശേബ എന്ന് പറയുന്ന ഒരു സഹോദരി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അതിക സുന്ദരിയായിരുന്നു. ആ സൗന്ദര്യം ഇവന്റെ ഹൃദയത്തെ വശീകരിച്ചു, മോഹിപ്പിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു രാജാവിന് ആ രാജ്യത്തിൽ ഏറ്റവും സുന്ദരികളായിരിക്കുന്ന ഹല്ലേലൂയ സ്ത്രീകളെയാണ് അവർ വിവാഹം കഴിക്കുന്നത്. അവർക്ക് വെപ്പാട്ടിമാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അവരിൽ ഇല്ലാത്തൊരു സൗന്ദര്യം പിശാച് അവന്റെ ഹൃദയത്തെ മോഹിപ്പിക്കാനിടയായി. ആ മോഹം അവന്റെ ഹൃദയത്തെ ഓരോ ദിവസവും അത് വളരാൻ തുടങ്ങി. അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞത്, മോഹം ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു. കണ്ടോ, ആ ദാവീദിന്റെ ഹൃദയത്തിനകത്ത് ഒന്ന് കുളിക്കുന്നത് കണ്ടിട്ട് അവനെ ഒത്തിരി കുളി കണ്ടിട്ടുള്ളതല്ലേ. പക്ഷെ ഇതിലെന്താ അവന് പറ്റിയത്? ഇവിടെയാണ് പിശാച് അവനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. അവന്റെ തലമേൽ അഭിഷേകം ഇരിക്കുകയാണ്.
അവൻ യുദ്ധത്തിൽ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. അവൻ ഒരു രാജ്യത്തെ മൊത്തമായി ഹല്ലേലൂയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവന്റെ വാക്കിന് മറുവാക്കുകളില്ല. പക്ഷേ ഈ പിശാച് യവനെ ഏത് വിധത്തിലെങ്കിലും തകർത്ത് കളയുവാൻ ഇങ്ങനെ കൂടി ആലോചിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു കാരണവശാലും യുദ്ധത്തിൽ ഇവനെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. മറ്റ് ശത്രുക്കൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും ദാവീദ് ഒന്നിലും പരാജയപ്പെടുന്നില്ല. അവസാനം ശത്രു ഇട്ട ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു ഹല്ലേലൂയ മോഹം അവന്റെ ഉള്ളിൽ കൊടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന എന്റെ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, എന്നെ കേൾക്കുന്ന കുഞ്ഞെ, ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിന്നെ തോൽപ്പിക്കാൻ പിശാച് പലപ്പോഴും നോക്കി നടക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അവൻ ഊടാടി സഞ്ചരിക്കുകയാണ്. പലപ്പോഴും നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ വരാറുണ്ട്. എല്ലാ ദിവസങ്ങളും നമ്മളെ ഒതുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധനായ ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് യുദ്ധം ചെയ്ത് ദൈവം നമ്മളെ വിജയിപ്പിക്കുകയാണ്. എന്നാൽ ദാവീദും അങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും ഭയങ്കരമായ വിജയം. പക്ഷേ ഇന്ന് ഈ ഒരു ചെറിയ വിഷയത്തിനകത്ത് ഇവന്റെ ഉള്ളിനകത്ത് മോഹം കയറി. ബത്ശേബയെ സ്വന്തമാക്കാൻ എങ്ങനെ പറ്റും? അവളുടെ കാര്യങ്ങൾ, അവളുടെ ഭർത്താവിന്റെ ചരിത്രം, അവളുടെ കുടുംബ സാഹചര്യങ്ങളെല്ലാം ദാവീദ് ഒരു ബാല്യക്കാരനെ വിട്ട് ചോദിച്ച് മനസ്സിലാക്കി. ചില ദിവസങ്ങൾ കഴിഞ്ഞു. നോക്കുക, പാപം ഗർഭം ധരിക്കുവാനിടയായി. പാപം ഗർഭം ധരിച്ച് അതിന്റെ സമാപ്തിയിലേക്ക് എത്തിയപ്പോൾ പാപം പ്രസവിക്കാൻ തുടങ്ങി. ബത്ശേബയുടെ അടുക്കൽ ചെന്ന് ദൈവഹിതമില്ലാത്ത ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബത്ശേബ ഒരു ലെറ്റർ എഴുതി കൊടുത്തു വിട്ട് കാണുമായിരിക്കാം, ഞാൻ ഗർഭിണിയാണ്. ഹല്ലേലൂയ. ഉടൻ അത് ദാവീദിന്റെ ഉള്ളറയിൽ ഈ മോഹം ഗർഭം ധരിച്ചു, പാപം പ്രസവിച്ചു. ഇനി അടുത്ത് ചെയ്യുന്ന നോക്കണം. വേദപുസ്തകത്തിനകത്തുള്ള 10 കൽപ്പനയില് അടുത്ത 2 കൽപ്പന തെറ്റിച്ചു. 1 മോഹിച്ചു, 2 വ്യഭിചാരം ചെയ്തു. ഇനി അടുത്ത് ചെയ്യുന്നത് കൊലപാതകമാണ്. ഹല്ലേലൂയ. ഈ കുഞ്ഞിന്റെ അപ്പൻ ആരെന്ന് ചോദിച്ചാൽ ഊരിയാവിന്റെ മുമ്പിൽ ബത്ശേബ ആരെന്ന് പറയും? നാട്ടുകാരുടെ മുമ്പിൽ ദാവീദ് ആരെന്ന് പറയും? അതുകൊണ്ട് ദാവീദ് ആ രാത്രിയിൽ അവൻ ഇങ്ങനെ ചിന്തിച്ചു, അവനെ പോർക്കളത്തിൽ വെച്ച് ഊരിയാവിനെ നശിപ്പിച്ചു കളയാൻ വേണ്ടി സേനാധിപന് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു. ഒരു യുദ്ധക്കളത്തിൽ വെച്ച് ശത്രുവിന്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആരെ ഏൽപ്പിച്ചു കൊടുത്തു? ദാവീദ് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞു. ദാവീദ് ബത്ശേബയെ സ്വന്തമാക്കി. ആ കുഞ്ഞുമായി വളർന്നു വരുവാനിടയായി. പ്രിയമുള്ളവരെ, ജീവിതത്തിനകത്ത് കയറിയൊരു പാപം, ജീവിതത്തിനകത്ത് കയറിയൊരു മോഹം, ഹല്ലേലൂയ, വഴിയെ പോയൊരു മോഹം അവന്റെ ഉള്ളിനകത്ത് കയറി. ഒരു വിശുദ്ധന്റെ ജീവിതത്തിനകത്ത് അവന് അഭിഷേകം കണ്ടേക്കാം, കൃപാവരങ്ങൾ കണ്ടേക്കാം, ദൈവസ്നേഹം കണ്ടേക്കാം, ദൈവവുമായിട്ട് ഭയങ്കര ബന്ധമായിരിക്കാം. പക്ഷെ ഹൃദയത്തിനകത്ത് ഇതുപോലെ ഏതൊരു മോഹം നിങ്ങളുടെ ഉള്ളിനകത്ത് കിടക്കുന്നെങ്കിൽ താമസിക്കാതെ അത് പാപമായി തീരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഇപ്പോഴെന്താണ്? പാപിയായി തീർന്നു. അവൻ 3 പ്രധാനപ്പെട്ട പാപം ചെയ്തു. കൽപ്പനയിൽ 1 മോഹിച്ചു, 2 വ്യഭിചാരം ചെയ്തു, 3 കൊലപാതകം ചെയ്തു. ഹല്ലേലൂയ. കൊലപാതകം ചെയ്തു, 3 വലിയ പാപങ്ങൾ ചെയ്തിട്ട് ഈ ഒരു വർഷം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ മാന്യനായി പോയി. എന്നാൽ ഒരു ദിവസം അവന്റെ വീട്ടിനകത്ത് ഒരു പ്രവാചകനെ ദൈവം അയച്ചു. അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവനായ ദൈവം ഇന്ന് ഹൃദയങ്ങളെയും അന്തരങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം. ചില ഹൃദയങ്ങളെ കണ്ടിട്ട് ദൈവാത്മാവ് ഈ സന്ദേശം പകരുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഹൃദയത്തിനകത്തോ മോഹവലയത്തിൽ വിശുദ്ധന്മാരെ ചുറ്റി ഒതുക്കി വെച്ചിരിക്കുന്ന രഹസ്യ ജീവിതത്തിലെ പാപത്തെ വലിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ഭാര്യ, നിങ്ങൾക്ക് തന്ന ഭർത്താവ്, അതിന് അപ്പുറമായി വേറെ ഒന്നിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മോഹിച്ചു കൊണ്ട് നടക്കുന്നുവെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന വിപത്തുകൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. പുരുഷന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്ലാസ്റ്റിക് ചിരി എന്ന് വെച്ചാൽ പല്ല് വെള്ളയല്ലേ, ഒന്ന് ചുണ്ടുകൾ മാറ്റിക്കഴിഞ്ഞാൽ ചിരിക്കുന്ന പ്രകൃതമായിരിക്കുക. കയ്യിൽ 2 കിറ്റുമായി ഭാര്യയുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഭാര്യയെ പറ്റിക്കാൻ കേട്ടോ. ഇന്നലെയും നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രവചിച്ച പ്രവാചകന്റെ അല്ലെങ്കിൽ കണ്ണുകളെ നിങ്ങൾക്ക് മറയ്ക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സഭാശുശ്രൂഷകനെ മറയ്ക്കാം. എന്നാൽ അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ള പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് നിന്നുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ഹൃദയത്തിനകത്ത് ദാവീദിനെ പോലെ മോഹം ഗർഭം ധരിച്ച് പാപം പ്രവർത്തിക്കുന്ന ഏതോ സഹോദരന്മാർ,
ഏതോ ദൈവദാസന്മാർ വിശുദ്ധന്മാരായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ വലയത്തെ മോഹം കൊണ്ടിട്ടിരിക്കുന്ന ആ പൈശാചിക വ്യാപാരത്തെ അറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം വചനത്തിന്റെ വാളുകൊണ്ട് വെട്ടി രക്തത്താൽ കടികൾ പ്രാപിച്ച് ഒരു പുതിയ ഹൃദയമാകുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവദാസിമാരെ, സ്വന്തമായി ദൈവം നിങ്ങൾക്കൊരു ഭർത്താവിനെ തന്നിട്ടുണ്ട്. ആ ഭർത്താവിനല്ലാതെ ഹൃദയത്തിനകത്ത് മറ്റൊരുത്തനെ ഹൃദയത്തിനകത്ത് മോഹത്തോടുകൂടെ കൊണ്ടു നടക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ബർശബയെ പോലെ നിങ്ങൾ ഒത്തിരി വില കൊടുക്കേണ്ടി വരും, ഒത്തിരി കരയേണ്ടി വരും, ഒത്തിരി നിലവിളിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയണമോ, അവനൊരു കുഞ്ഞിനെ ജനിച്ചു, രണ്ടുപേരും വളർത്താൻ തുടങ്ങി, എന്തോ ഒരു സന്തോഷത്തിൽ വളർത്തി. പക്ഷേ ദൈവം അവനെ ഈ ഭൂമിയിലാക്കി വെച്ചിരുന്നില്ല. ദൈവം തലമുറകളോട് ദൈവം കണക്ക് തീർക്കുവാനിടയായി. പ്രിയ ആന്റി, പ്രിയ അങ്കിളെ, ദൈവദാസനെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധ ജനത്തോട് പറയട്ടെ, ഹൃദയത്തിനകത്ത് അതാ യേശു പറഞ്ഞത്, അല്ല സ്ത്രീയെ മോഹിക്കേണ്ട, അല്ലെ പുരുഷനെ മോഹിക്കേണ്ടതിന് അവളുമായി മോഹിച്ചു കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞതിന്റെ പിന്നിൽ എന്താണ് രഹസ്യം? ജീവിതത്തിനകത്ത് ഇതുപോലൊരു മോഹം കീറിയിട്ട് നമ്മളെ പിശാച് വലച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധന്മാരായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ, അവർ പുറത്തൊരു കുഴപ്പവുമില്ല, പക്ഷെ ഹൃദയത്തിനകത്ത് മോഹം ജനിക്കുമാറ് പാപം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പള്ളിക്കകത്ത് വരുമ്പോൾ അന്യഭാഷ, അല്ലേ, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കും, ആത്മീയ സന്തോഷം. അതാണ്ട് പുറത്തിറങ്ങുമ്പോൾ ആ മോഹം വീണ്ടും അടുത്തൊരാഴ്ചക്കാലം നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. രഹസ്യ ജീവിതത്തിൽ ദാവീദിനെ പോലെ ഹൃദയത്തിനകത്ത് മോഹം ജനിക്കുമാറ് ഏതെങ്കിലും പാപം നിങ്ങളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അത് പ്രസവിക്കുന്നത് പാപമാണ്, അത് പിന്നെ പെറുന്നത് പാപമാണ്, അത് മരണമാണ്. ആ മരണം ഏത് മരണമാണ്? ശാരീരിക മരണമല്ല, ആത്മീയ മരണത്തിലേക്ക് കൊണ്ടുപോകും. അത് ആയതുകൊണ്ട് ദൈവ ചെയ്ത് പരിശുദ്ധാത്മാവിൽ ഈ ദൂത് ഞാൻ കൈമാറുകയാണ്. ദാവീദിനെ പോലെ 51-ാം സങ്കീർത്തനത്തിൽ അവൻ അറിഞ്ഞ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ 51-ാം സങ്കീർത്തനം അവൻ പാടി, ദൈവമേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ക്കണം, എന്നെ നന്നായി കഴുകണമേ, എന്റെ കർത്തൃം പോക്കണമേ. ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, നിനക്കനിഷ്ടമായത് ചെയ്തിരിക്കുന്നു. വിധിക്കുമ്പോൾ നിർമ്മലനാകേണ്ടതിന് ഈ സൊപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണം. അവന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അവന് സാധിപ്പിച്ചു കൊടുത്തു. അതേ പ്രിയമുള്ളവരെ, വർഷങ്ങൾ കൊണ്ട് ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്ന മോഹം അത് പാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാപം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ മരണം സംഭവിക്കും. ആത്മീയ മരണം സംഭവിച്ചാൽ നിങ്ങൾ നിത്യ നരകത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ പുറമെ മറ്റുള്ളവരുടെ മുമ്പിൽ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഭയങ്കര വിശുദ്ധനായിരിക്കാം. പക്ഷേ ഏതാണ്ട് ഹൃദയത്തെ കണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സഹോദരി സഹോദര നിന്നോട്, കുഞ്ഞെ നിന്നോടാ ദൈവാത്മാവ് പറയുന്നത്. ആ ഹൃദയത്തിനകത്ത് ദാവീദിനെ പോലെ കൊണ്ടു നടക്കുന്ന ബർശേബമാരെ വലിച്ചു കളയുക. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമില്ലാത്ത ആഗ്രഹങ്ങൾ, ദൈവികമല്ലാത്ത മോഹങ്ങൾ വലിച്ചു കളയുക. പരിശുദ്ധാത്മാവ് ഇന്ന് ആരോടോ ദൈവിക ആഹ്വാനം പറയുകയാണ്. ഇനി നോക്കുക, വേദപുസ്തകത്തിനകത്ത് വീണ്ടും യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ അതിന്റെ 21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുന്നു. ആഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ. ആഖാന്റെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. അവൻ ഏത് ഗോത്രക്കാരനും നമുക്കറിയാം. ഏത് ഗോത്രക്കാരൻ? യഹൂദ ഗോത്രം. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുന്നവനെന്നാണ് അർത്ഥം. എന്ന് വെച്ച് സ്തുതിയുള്ള വീട്ടിനകത്ത് ഒരു മോഹം വെളിപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധന്മാരുടെ ഇടയിൽ, സ്തുതിക്കുന്നവരുടെ ഇടയിൽ, ആരാധിക്കുന്നവരുടെ ഇടയിൽ മോഹം കയറാൻ സാധ്യതയുണ്ട്. മോഹ വലയത്തിലേക്ക് പിശാച് വലിച്ചിടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നോക്കുക, യോശുവ ബലഹീനനായ മനുഷ്യൻ. മോശ മരിച്ച ശേഷം ജനം ചോദിച്ചു, ഇവനെ കൊണ്ട് എന്ത് സാധിക്കും? ദൈവം പറഞ്ഞു, മോനെ യെരിഹോമിൽ യോർദാനെ പിളർക്കണം. നാട്ടുകാർ ചോദിച്ചു, കൂടെ നിന്നവർ ചോദിച്ചു, അവിടെ കയ്യിൽ, മോശയുടെ കയ്യിൽ വടിയുണ്ട്, നിന്റെ കയ്യിലൊന്നുണ്ട്? അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ വടിയൊന്നുമില്ല, പക്ഷെ എന്റെ പുരോഹിതന്മാരുടെ കയ്യിൽ തോളിൽ പെട്ടകമുണ്ട്. പെട്ടകമുണ്ടെങ്കിൽ മരണ യോർദാനെ ദൈവത്തിന് മാറ്റാൻ പറ്റും. പഴയ നിയമത്തിലെ പെട്ടകം പുതിയ നിയമത്തിലെ ക്രിസ്തുവാണ്. ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിനെ നിങ്ങൾ ചുമന്നുകൊണ്ട് വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിൽക്കുന്ന മരണ യോർദാൻ, കലങ്ങി മറിയുന്ന യോർദാനെ മുറിച്ചു മാറ്റുവാൻ
കർത്താവിന് കഴിയുമെന്നുള്ള സന്ദേശം കൂടെ ഞാൻ ഈ സമയത്ത് പകരുകയാണ്. ആർക്കോ ദൈവാത്മാവ് ഈ സമയത്ത് ദൂത് പറയുകയാണ്, ക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. ഒരുപക്ഷെ ക്രൈസ്തവനായിരിക്കാം, അക്രൈസ്തവനായിരിക്കാം, ഒരുപക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുന്നവനായിരിക്കാം. ജീവിതത്തിൽ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന യോർദാന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, യേശു നിന്റെ കൂടെയുണ്ടോ? യേശു നിന്റെ ചുമലിലാണെങ്കിൽ, യേശു നിന്റെ കുടുംബത്തിലാണെങ്കിൽ, യേശു ഇന്ന് നിങ്ങളോട് പറയുന്നു, കലങ്ങി മറിയുന്ന യോർദാനെ മുറിച്ചു മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന ഒരു ആലോചന ഇന്ന് ഈ സമയത്ത് നിങ്ങൾക്ക് പകരുകയാണ്. ശ്രദ്ധിക്കണമേ, അതിൽ വൻ വിജയം കൊടുത്തവർ ഭയങ്കരമായ സന്തോഷം. അടുത്ത ദൈവം പറഞ്ഞു, യെരിഹോ കോട്ട ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ചു പൂട്ടി അങ്ങോട്ട് വിടാതെ. ദൈവം പറഞ്ഞു, കുഴപ്പമില്ല യോശുവേ, മോനെ, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിനകത്തുള്ള യുദ്ധവീരന്മാരെയും രാജാവിനെയും എല്ലാം ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, അതിനകത്തുള്ള ഒന്നൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല. അത് ശബദാർപ്പിതമാണ്. അത് ഒന്നും എടുക്കരുത്, അതിനെല്ലാം കത്തിച്ചു കളയണം, അതിനെ കൊന്നു മുടിച്ചോളണം. അതുപോലെ ചെയ്തു. യോർദാൻ യെരിഹോ കോട്ട അവരുടെ മുമ്പിൽ വീണു. അവർ അകത്ത് കയറി ശത്രുക്കളെ തകർത്തു. പക്ഷേ ഇതിനിടയിൽ ആഖാൻ എന്ന് പറയുന്ന സ്തുതിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ചിലത് മോഹിച്ച്, പൊൻകട്ടിയും വസ്ത്രങ്ങളും മോഹിച്ച്, അവൻ കൂടാരത്തിൽ സാമാനങ്ങളുടെ ഇടയിൽ അവൻ ഒളിപ്പിച്ചു വെച്ച് നടക്കുക. അന്ന് വൈകിട്ട് ഭയങ്കരമായ ജയോഘോഷമായിരുന്നു. ദൈവത്തിന് നന്ദി പറയാൻ, സ്തോത്രം പറയാൻ ഈ ആഖാൻ ഉണ്ടായിരുന്നു. അവരുടെ ഗോത്രമായ ജനമുണ്ടായിരുന്നു. എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു വിടുതൽ. ജയഘോഷം കൊണ്ട് പട്ടണത്തെ ഇളക്കിക്കളഞ്ഞു. ഈ ജയഘോഷം കേട്ടിട്ട് നാട്ടുകാർ പറഞ്ഞു, നാട്ടുരാജാക്കന്മാർ പറഞ്ഞു, നമുക്കിനി അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, ദൈവം അവർക്ക് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അടുത്ത് തകർക്കേണ്ട കോട്ട ഹായി പട്ടണമാണ് പിടിക്കേണ്ടത്. അതൊരു ചെറിയ പട്ടണമാണ്, ചെറിയൊരു രാജ്യമാണ്. യോശുവ അതിന് നിസ്സാരമായി കണ്ട് പോകുകയാണ്. അതിനു മുമ്പ് യോശുവയോട് പറഞ്ഞു, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല. മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്നുള്ള പ്രോമിസ് കൊടുത്ത യോശുവയെ ദൈവം വിളിച്ചിറക്കുന്നത്. പക്ഷേ ഹായി പട്ടണം ഒരു ചെറിയ പട്ടണമാണ്. ആ പട്ടണത്തിന് മുമ്പിൽ ഒരു ദയനീയ പരാജയം സംഭവിച്ചു പോയി. യോശുവയും ജനവും അലറി വിളിച്ചുകൊണ്ട് കുറേ പേരെ കൊന്നുകളഞ്ഞു. അലറി വിളിച്ചുകൊണ്ടെന്ന് പെട്ടകത്തിന്റെ മുമ്പിൽ ഒരുത്തൻ കമിഴ്ന്നു വീണ് മണിക്കൂറോളമായി കിടന്ന് കരയുകയാണ്. നീ എന്നോട് അങ്ങനെയല്ലോ പറഞ്ഞത്, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരുത്തനും എന്റെ മുമ്പിൽ നിൽക്കയില്ലെന്ന് പറഞ്ഞല്ലേ നീ വിട്ടത്? മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ ഇരിക്കുമെന്നല്ലേ പറഞ്ഞു വിട്ടത്? ഈ ചെറിയ രാജ്യത്തിനും ഞങ്ങൾ എന്തിനാ തോറ്റത്? സ്നേഹിത, ജീവിതത്തിന്റെ തോൽവി, കുടുംബ ജീവിതത്തിലെ തോൽവി ദൈവത്തോട് ചോദിക്കുന്നവരുണ്ട്, എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ടെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് അടുത്ത വാക്കുകളിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഹൃദയത്തിൽ കയറിയ ഒരു മോഹം അത് പാപമായി തീർന്നിരിക്കുകയാണ്. പാപം നിമിത്തമാണ് പരാജയത്തിന് കാരണമായി തീർന്നത്. നോക്കുക, ഈ ആഖാൻ, ദൈവം പറഞ്ഞു, നീ എഴുന്നേൽക്കടാ, നീ എഴുന്നേൽക്ക്. യോശുവയോട് പറഞ്ഞു, നീ എഴുന്നേൽക്ക്. അവൻ എഴുന്നേറ്റപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഇടയിൽ ഒരു ശാപമുണ്ട്, ശബദാർപ്പിതം എടുക്കരുതെന്ന് പറഞ്ഞു. നിന്റെ ഇസ്രായേൽ ശബദാർപ്പിതം എടുത്തു, ഒരു ശാപമുണ്ട്. അവരെ വിശുദ്ധീകരിക്കാൻ പറഞ്ഞു. അത് കുലമായി, ഗോത്രമായി, കുടുംബമായി, വ്യക്തികളായി ശുദ്ധീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ശുദ്ധീകരിച്ചു വരുമ്പോൾ യഹൂദ ഗോത്രത്തിലെ ആഖാൻ എന്ന് പറയുന്നവന്റെ അടുക്കലേക്ക് വന്നു. അവനോട് ചോദിച്ചു, മോനെ, നീ എന്തിന് വലച്ചു? നീ ഉള്ളത് പറ. അവൻ പറഞ്ഞു, അതെ, ഞാനാ മോഷ്ടിച്ചത്, ഞാനാ മോഹിച്ച് കുറെ പൊൻകട്ടിയും വസ്ത്രങ്ങളും എടുത്ത് ഞാൻ കൂടാരത്തിൽ സാമാനങ്ങളുടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണ, ഈ കൂടാരം എന്ന് പറയുന്നത് ഏതാണ്? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, എന്ന് വെച്ചാൽ ഈ പുതിയ നിയമ വിശ്വാസിയായിരിക്കുന്ന എന്റെ കൂടാരം എന്ന് പറയുന്നത് എന്റെ ശരീരമാണ്. ഇതിനകമെന്ന് പറയുന്നത് എന്താണ്? ഹൃദയമാണ്. അതിനകത്ത് എന്താണ് വെച്ചിരിക്കുന്നത്? ഇവൻ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എപ്പോഴാണ് ഒളിപ്പിച്ചു? മോഹിച്ച് എടുത്തു വെച്ചിരിക്കുക. ഇതുപോലെയാണ് പലരും പല സാധനങ്ങളും വിശുദ്ധന്മാർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷ കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രവാചകനെ നിങ്ങളുടെ തലയിൽ കരം വെച്ച് ഇന്ന് വരെ നിങ്ങളുടെ പാപം വെളിപ്പെടുത്തുന്നുണ്ടോ? പണ്ടുള്ള പ്രവാചകന്മാർ പാപം വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരായിരുന്നു. ഇന്ന് പ്രവാചകന്മാരെ വളരെ റെയറായിട്ട്
പാപങ്ങളെ പച്ചയായി വെളിപ്പെടുത്തുന്ന അഭിഷക്തന്മാർ ഇന്നും ജീവിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവർക്ക് പണമല്ല, അടുത്ത സ്റ്റേജല്ല, അടുത്ത സെക്ഷൻ ആരാധനയല്ല. ദൈവാത്മാവ് കൊടുക്കുന്ന ദൂതുകൾ ഒരു വള്ളിയോ പുള്ളിയോ മാറാതെ പറയുന്ന അഭിഷക്തന്മാർ നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ അവർ വിശുദ്ധന്മാരാണ്. ഇനിയും അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസവും ജയഘോഷം നടത്തിയവൻ ഈ കൂടാരത്തിനകത്ത് ഈ പൊൻകട്ടിയും വസ്ത്രമെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടും മറ്റുള്ളവരുടെ കൂടെ ആരാധിക്കാൻ ഓടിയവൻ, പക്ഷെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിൽ അവന് നിൽക്കാൻ പറ്റിയില്ല. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസ, ദൈവാത്മാവെന്ന് വ്യക്തമായി പറയുന്നു, ഹൃദയത്തിനകത്ത് ദൈവഹിതമില്ലാത്തത് ഒളിപ്പിച്ചു വെച്ച് പ്രസംഗിക്കുന്ന ദൈവദാസനെ, പാടുന്ന ദൈവദാസനെ, സ്റ്റേജിൽ കയറുന്ന അഭിഷക്തന്മാരെ, ഞാൻ ഒരു ദൈവദാസൻ എന്നുള്ളതിൽ ഒരുമിച്ച് ചേർത്ത് ഞാൻ പറയട്ടെ, നമ്മളെ വിശ്വാസികൾ കാണുന്നില്ലെങ്കിലും, വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രവചനം നമുക്ക് നേരെ വന്നില്ലെങ്കിലും, എന്നാൽ ദൈവവചനത്തിൽ കൂടെ പറയാം, അഗ്നിജ്വാലയ്ക്കൊത്തമുള്ള കണ്ണുള്ളവൻ ഇന്ന് വിരൽ ചൂണ്ടി പറയുന്നു, ഇന്ന് ആ കൂടാരത്തിൽ നിന്നും ആ സാമാനങ്ങളുടെ ഇടയിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച പൊൻകട്ടിയും വസ്ത്രത്തെയും എടുത്തു മാറ്റുക. സ്തോത്രം. ഇല്ല എങ്കിലുണ്ടല്ലോ കുടുംബത്തിന്റെ മേൽ വരാൻ പോകുന്ന വലിയ വിപത്ത് ചെറുതാകയില്ല. അത് ബാക്കിയുള്ള ഗോത്രങ്ങൾക്ക് ഒരു ഭയം വരുത്തത്തക്കവണ്ണം ദൈവിക ന്യായവിധിയായി തീരുവാനിടയായി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ഇവൻ അടുക്കൽ ചെന്നു, ഇവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. രാത്രി ദൈവഹിതമില്ലാത്ത ചിത്രങ്ങൾ കണ്ട് മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, വിശുദ്ധന്മാരെ, സ്തോത്രം. സിനിമ കണ്ട് അതിനകത്തുള്ള കഥകൾ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരെ, ഇന്നലകളിൽ സീരിയലുകൾ കണ്ട് അതിനകത്തുള്ള കാര്യങ്ങൾ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരെ, മറ്റുള്ളവരുമായുള്ള വൈരാഗ്യങ്ങൾ ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരെ, ഈ മോഹമെല്ലാം അകത്തിരിക്കുമ്പോഴും അന്യഭാഷ കുറയൂല കേട്ടോ. ശുശ്രൂഷകൾക്ക് ഒരു കുറവും വരത്തില്ല. പക്ഷേ ദൈവം പറയുന്നു, ഒരു ദിവസം ആഖാനെ, നിനക്കൊരു ദിവസമുള്ളതുപോലെ ഏതോ ആഖാന്മാരോട് പറയുന്നു, വിശുദ്ധിയുടെ പുതപ്പണിഞ്ഞിട്ട് അകത്ത് മോഹന വലയത്തിനകത്ത് പിശാച് നിങ്ങളെ കുരുക്കിയിട്ടുണ്ടെങ്കിൽ ആത്മീയ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഈ പാപത്തിൽ നിന്ന് കയറി വരുവാൻ, ഈ മോഹ സ്വപ്നത്തിൽ നിന്ന് കയറി വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ആഹ്വാനം ചെയ്യുന്നു. ചിലർ പ്രാർത്ഥിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് യൗവനക്കാരികളൊക്കെ പ്രാർത്ഥിക്കും. 21 ദിവസം എടുക്കും, 7 ദിവസം എടുക്കും. എല്ലാവരും അല്ലാട്ടോ, ക്ഷമിക്കണം. ഭയങ്കര പ്രാർത്ഥന. എന്തിനാ? ഒരു ചെറുക്കനെ കണ്ടുവച്ചു, ഒരു പെണ്ണനെ കണ്ടുവച്ചു, അത് കിട്ടാൻ വേണ്ടി. അതോ ജാതിയായ പെൺകുട്ടിയാ, ജാതിയായ ചെറുക്കനാ, അവരെ കിട്ടാൻ വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ദൈവഭൃത്യന്മാരും ഉണ്ടെന്നേ, വിശുദ്ധന്മാരും ഉണ്ടെന്നേ. അവരുടെ ഇംഗിതം ഇതാണ്, അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഒരാളെയും കൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണ്ട, സ്നേഹിച്ചല്ല കൊണ്ടുവരേണ്ടത്. ദൈവവചനം അവരുടെ അകത്ത് ഇറങ്ങി പാപബോധം വരാതെ ഒരുത്തൻ സഭയിൽ വന്നാൽ, ഒരുത്തൻ ഒരു വിശുദ്ധന്റെ ഗ്രൂപ്പിൽ വന്നാൽ, അവൻ എന്നൊരു പിന്മാറ്റക്കാരനാണ്, ദൈവമില്ലാത്തവനായി ജീവിക്കും. നമ്മുടെ സഭകളിലൊക്കെയും മിക്ക പേരും ദൈവം ഇല്ലാത്തവനാ. സ്തോത്രം. അവർ കൈയടിക്കുമായിരിക്കും, പാട്ട് പാടി ട്യൂൺ ചെയ്ത് പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കുമായിരിക്കും. പക്ഷെ അവിടെ അകത്താരില്ല, ദൈവമില്ല, ദൈവവചനമില്ല. അകത്ത് മോഹം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കിടം പറയുള്ളവർ എത്ര സഭകളിൽ ചെല്ലുമ്പോൾ ഫോൺ മുമ്പിൽ വെച്ചിരിക്കും, ബൈബിളിന്റെ പുറത്ത് വെച്ചിരിക്കും, വാട്സപ്പിൽ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനെ നോക്കി ചിരിക്കും. ഭ്രാന്തനെ പോലെ ഇരുന്ന് പള്ളിക്കകത്ത് നിന്ന് ചിരിക്കുന്നവരുണ്ട്. സ്തോത്രം. ദൈവദാസന്മാർ അതിന് താക്കീത് ചെയ്യത്തില്ല. താക്കീത് ചെയ്താൽ ഇറങ്ങിപ്പോയാലോ വിശ്വാസികൾ കുറഞ്ഞു പോകും. സ്തോത്രം. എന്നാൽ വിശുദ്ധന്മാരുടെ കൂട്ടം കുറഞ്ഞിരിക്കുമ്പോൾ കാരണം എന്താണ്? ഈ മോഹ വലയത്തിൽ നമ്മുടെ തലമുറകൾ മുതൽ പ്രായാധിക്യത്തിൽ നിൽക്കുന്നവർ വരെ വേർപാടുണ്ടെങ്കിലും, ദൈവത്തെ അറിഞ്ഞിട്ടും വചനമുണ്ടെങ്കിലും അറിയാതെ പിശാച് പലരെ മോഹ വലയത്തിനകത്ത് കുരുക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കയറി വരണം. കയറി വന്നില്ല എങ്കിൽ ആഖാനെ കുടുംബത്തെ കല്ലെറിഞ്ഞ്
ആ കോർത്താഴ്വരയിൽ വെച്ച് അവനെ ചുട്ടുകളയുവാനിടയായി. തലമുറകളോട് പോലും ദൈവം ദാക്ഷിണ്യം കാണിച്ചില്ല. ദൈവം അവരെ ന്യായവിധി കൽപ്പിക്കുവാനിടയായി. ഇനി ഞാൻ ഒരാളെയും കൂടി ഞാൻ പറയട്ടെ. എലീശ എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്രവാചകനുണ്ട്. അവനൊരു ബാല്യക്കാരനുണ്ട്. അവന്റെ പേര് ഗേഹസി എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു നയമാൻ എന്ന് പറയുന്ന ഒരു ജാതീയൻ കുഷ്ഠരോഗിയായിരുന്നു. ഇവന്റെ അടുക്കൽ എലീശ പ്രവാചകന്റെ അടുക്കൽ വന്നു. എലീശ പറഞ്ഞു, വെള്ളത്തിൽ മുങ്ങിയിട്ട് പോകാൻ പറഞ്ഞു. അവൻ പൊങ്ങിയപ്പോൾ 7 പ്രാവശ്യം പൊങ്ങിയപ്പോൾ വിടുതൽ കിട്ടി. വിടുതൽ കിട്ടിയപ്പോൾ ശരിക്കും സമ്മാനമായി പൊൻകട്ടികളും വസ്ത്രങ്ങളുമായി വരിക. എലീശ പറഞ്ഞു, എനിക്ക് നിന്റെ ഒന്നും വേണ്ട, പെക്കോളാൻ പറഞ്ഞു. നീ ഒരു ജാതിയാണ്. ഞാൻ ചെയ്ത ശുശ്രൂഷ ദൈവം എനിക്ക് തന്ന ശുശ്രൂഷയാണ്. ശുശ്രൂഷകന്മാരോട് ഞാൻ പറയട്ടെ, അഭിഷക്തന്മാരോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, കൃപാവരം പണത്തിന് ഉപയോഗിക്കരുത്. കൃപാവരം പണത്തിന് ഉപയോഗിക്കുവാനല്ല, കർത്താവിന്റെ നാമത്തിൽ ഒരുവനെ നേടാനുള്ളതാണ് ദൈവ കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വിശുദ്ധന്മാരായിരിക്കുന്ന പല ദൈവദാസന്മാരെ മോഹത്തിൽ കുരുക്കിയത് കൃപാവരങ്ങളാണ്. ആ കൃപാവരം എന്ന് പറയുന്ന മോഹം. പണമുണ്ട്. ഒരു പ്രസംഗിക്കാൻ വരണമെങ്കിൽ റേറ്റുണ്ട്. പ്രവാചകനെ വിളിക്കണമെങ്കിൽ റേറ്റുണ്ട്. സ്തോത്രം. എന്നാൽ എലീശയെ നോക്കുക. എലീശ പുള്ളി പറഞ്ഞു, എനിക്ക് നിന്റെ പൊന്നും വേണ്ട, നിന്റെ മേലങ്കിയും വേണ്ട, വസ്ത്രവും വേണ്ട, പെക്കോളാൻ പറഞ്ഞു. അവൻ പോകുന്ന വഴിയിൽ തന്റെ ബാല്യക്കാരൻ എന്ന് വെച്ച എലീശ കഴിഞ്ഞാൽ അടുത്ത് ശുശ്രൂഷ വഹിക്കേണ്ട ബാല്യക്കാരനായിരിക്കുന്ന ഗേഹസി, കൂടെ നടക്കുന്നവൻ, എലീശയുടെ ഹൃദയം അറിയുന്നവൻ, എലീശയുടെ രഹസ്യം അറിയുന്നവൻ, എലീശ എവിടെ പോയാലും ഇവനോട് പറഞ്ഞിട്ടേ പോകും, ഒരുമിച്ചേ പോകും, അങ്ങനെ പോകുന്നവൻ എന്ന് വെച്ചാൽ എലീശ കഴിഞ്ഞാൽ അടുത്ത കൈമാറ്റം ഗേഹസിയുടേതാണ്. പക്ഷേ ഇവന്റെ ഉള്ളിനകത്തൊരു മോഹം വന്നു. ഇവൻ പുറകെ നിന്ന് ഓടുകയാണ്. രഥത്തിന്റെ പുറകെ നിന്ന് ഓടിയിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത്, നയമാന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, യജമാനെ കാണാൻ ചിലർ വന്നിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും തരണം, പൊൻകട്ടി തരണം, വസ്ത്രം തരണമെന്ന് പറഞ്ഞു. അവൻ കൊടുത്തു തിരിച്ച് തന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് സാമാനങ്ങളുടെ ഇടയിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒന്നുമില്ല, ഒന്നും അറിയാത്തവനെ പോലെ പതുക്കെ, എന്തതീ ക്ഷേമേ ദൈവത്തിന്റെ സ്നേഹം, ദൈവ സ്നേഹം എത്ര മനോഹരമേ എന്നൊക്കെ പാടി. ബൈബിളിലില്ല, ഞാൻ എന്റെ ഭാവനയെ പറയുകയാണ്. പാടി മൂണിപ്പാട്ടും പാടി അങ്ങനെ നടക്കുമ്പോൾ എലീശ ചോദിച്ചു, മോനെ നീ എവിടെ പോയിരുന്നു? ഞാനൊരിടത്തും പോയില്ല. പറഞ്ഞു, മോനെ നീ ഹല്ലേലൂയ നയമാന്റെ രഥത്തിന്റെ കൂടെ പോകുമ്പോൾ എന്റെ ഹൃദയം നിന്റെ കൂടെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലരെയും ഒളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ ഒളിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയണമോ, നയമാന്റെ കുഷ്ഠം ബാല്യക്കാരന ഗേഹസിക്ക് അവന്റെ തലമുറയുടെ മേലും ഒരു ശാപമായി തീരുവാനിടയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷം. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ 3 കാര്യം പറഞ്ഞു. ഒന്ന്, ഒരു ഹവ്വയുടെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തെ പോലെ ആകണം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിശാച് നിങ്ങളെ മോഹിപ്പിക്കും. 2, ദാവീദിന്റെ ജീവിതത്തിൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഒരു മോഹൻ ജനിപ്പിച്ചു. എവിടം വരെ എത്തിച്ചു? അവൻ ആ രാജ്യത്തിൽ 1 വർഷം തകർന്നവനായി ജീവിക്കാനിടയായി. 3, ഒരു ആഖാൻ ഹല്ലേലൂയ പൊൻകട്ടി കണ്ട് അല്പം നന്മ കണ്ട് കൂടാരത്തിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചു. ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഹൃദയത്തിനകത്ത് മോഹം ഒളിപ്പിച്ചു വെച്ച് ദൈവത്തെ സ്തുതിക്കാനാണ് നിങ്ങളുടെ പദ്ധതി എങ്കിൽ പ്രവാചകന്മാരുടെ കണ്ണ് കാണില്ല. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു ദിവസം വില കൊടുക്കേണ്ടി വരും. 4 പറഞ്ഞു, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഓടിയ ഒരു ബാല്യക്കാരന്റെ ശുശ്രൂഷ തീർന്നു, കുടുംബം ശാപത്തിലേക്ക് പോയി. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് കാരണം. പണത്തിന് വേണ്ടി ശുശ്രൂഷ ഉപയോഗിക്കരുത്. പണത്തിന് വേണ്ടി നിങ്ങളുടെ മറ്റൊരു ദൈവത്തെ വിൽക്കരുത്. പണത്തിന് വേണ്ടി ബൈബിളിന്റെ വചനങ്ങളെ മാറ്റിവെക്കരുത്. പണത്തിനും സ്ഥാനത്തിനും വേണ്ടി ദൈവവചനത്തെ ഒളിപ്പിച്ചു വെക്കരുത്. അത് പിശാചിന്റെ മോഹമാണ്. ആ മോഹ വലയത്തിൽ ഞാനും നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം തീരുന്നതിന് മുമ്പ് 21 നിമിഷം നിങ്ങൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഞാനിത് പ്രസംഗിക്കുന്നത് നിത്യതയ്ക്ക് ഒരു വ്യക്തി പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ
ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി തരും. ഇനി നിങ്ങൾ നോക്കണം, നമ്മുടെ ആദാമിന്റെയും ഹവ്വയുടെ മകൻ അപ്പനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ താൻ ഓമനിച്ച രണ്ടാമത്തെ മകന്റെ ദയനീയ മരണം ഹല്ലേലൂയ ആദ്യമായി സംഭവിക്കുവാനിടയായി. ഇനി നോക്കണം, ദാവീദും ബർശേബയും ജീവിച്ചിരുന്നപ്പോൾ തന്നെ തന്റെ കുഞ്ഞിന്റെ ദാരുണമായ അന്ത്യം സംഭവിക്കുവാനിടയായി. ആഖാനെ നോക്കുക, അത് കുടുംബത്തോട് തലമുറയോടുകൂടെ ജനം ദൈവിക ന്യായവിധിയുടെ മുമ്പിൽ അവരെ ചുട്ടുകൊല്ലുവാനിടയായി. ഇനി ഹല്ലേലൂയ നമ്മുടെ ഗേഹസിയെ നിങ്ങൾ നോക്കണം, ആ ഗേഹസിയുടെ ജീവിതം ഹല്ലേലൂയ എന്നേക്കുമായി ഒരു കുഷ്ഠരോഗിയായി അവൻ പാളയത്തിന്റെ പുറത്തേക്ക് ഓടേണ്ട ഗതി വന്നു. തലമുറകൾ കൂടെ അതനുഭവിക്കേണ്ടി വന്നു. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒരുങ്ങുവാൻ ഈ സന്ദേശം തരുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് ഞാനും നിങ്ങളും കാരണം നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഈ മോഹവലയത്തിനകത്ത് പിശാചിടുന്ന ഈ മോഹവലയത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറയോട് നമ്മൾ ദോഷം ചെയ്യുകയാണ്, നമ്മുടെ തലമുറകളെ ശാപത്തിൽ കൊണ്ടുപോവുകയാണ്. ആകയാൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ജീവിതം ക്രമീകരിക്കുവാൻ അകത്ത് കിടക്കുന്ന മോഹത്തെ വലിച്ചു കളയുക, അത്തിയിലകളെ മാറ്റിയിട്ട് തേജസ്സിന്റെ വസ്ത്രത്തിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിപ്പേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, മറ്റുള്ളവർ കാണാൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വോത്രവും ഹല്ലേലൂയയും അന്യഭാഷയും നീക്കി അതിനൊന്നും മാറ്റിയിട്ട് ദൈവത്തിൽ നിന്നും നേരിട്ട് വാങ്ങിച്ചുകൊണ്ട്, ദൈവത്തിൽ നിന്ന് കൃപ നേരിട്ട് വാങ്ങിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മുമ്പിലോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങൾ ഇടവരുത്തട്ടെ. മറക്കരുത്, ശത്രുവിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് വിശുദ്ധന്മാരുടെ ഇടയിൽ മോഹം ജനിപ്പിക്കുമാറുള്ള പാപങ്ങൾ എഴുതിവിടുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പാപം മാറാൻ ഒന്ന് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകട്ടെ, രണ്ട് ജീവിതത്തിൽ വീഴ്ച വരാത്ത, മോഹങ്ങൾ വരാത്തില്ല. ആ മോഹത്തെ മോഹമായി കൊണ്ടുപോകരുത്, അത് പാപമായി തീരും. ആ പാപം പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നത്തേതിൽ മരണം സംഭവിക്കുന്നത് നമ്മുടെ ആത്മീയമരണം സംഭവിക്കും. അത് വരാതിരിപ്പാൻ നമ്മൾ എന്ത് വചനമാകുന്ന വാളുകൊണ്ട് അതിനെ വെട്ടണം. മൂന്നാമത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിക്കണം. അതിൽ ആവശ്യമില്ലാതെ കാണാൻ പാടില്ല, മോഹം ജനിപ്പിക്കുന്നൊന്ന് കാണാൻ പോകരുത്, മോഹം ജനിപ്പിക്കുന്ന വാക്കുകൾ ഉദ്ധരിക്കരുത്, മോഹം ജനിപ്പിക്കുന്ന സ്ഥലങ്ങളുടെ വാക്കുകൾ കേൾക്കാനിരിക്കരുത്. ആ ചിന്ത ഹൃദയത്തിൽ വരുമ്പോൾ അതിനെ വെട്ടുക. എങ്ങനെ? ആത്മാവിൽ വെട്ടുക. ഇങ്ങനെ ഒരു നല്ലൊരു ക്രിസ്തീയ ജീവിതം വിശുദ്ധനായി ജീവിച്ചുകൊണ്ട് നമ്മുടെ യേശു വരാൻ പോവുകയാണ്. നമ്മുടെ മരണം സംഭവിക്കാൻ പോവുകയാണ്. ഏത് സമയത്തും സംഭവിക്കാം, ഏത് സമയത്തും യേശു വരാം. രണ്ടും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. ഞാൻ ഒരു പ്രവചനമായി പറയുന്നു, യേശു വരും, നമ്മുടെ മരണം സംഭവിക്കും. ഈ രണ്ട് കാര്യം യഥാർത്ഥ പ്രവചനമാണ്. നിങ്ങൾക്കത് അനുസരിക്കാൻ കഴിയുമെങ്കിൽ ഇന്നൊരു പ്രാവശ്യം തീരുമാനത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, അന്യഭാഷയൊക്കെ പറയുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് ആവശ്യമില്ലാത്ത ചില മോഹങ്ങൾ എന്നെ വേട്ടയാടുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നതിനായി സ്തോത്രം. ഈ പ്രസംഗിച്ചാടിയനും ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് അനേക മോഹ സ്വപ്നങ്ങൾ പിശാച് ഓരോ നിമിഷങ്ങളും വലിച്ചെറിയാറുണ്ട്. കർത്താവേ, ചിലർ വചനം കൊണ്ട് അതിനെ വെട്ടുന്നു. യേശു വചനത്തോടുകൂടെ ജയിച്ചതുപോലെ കർത്താവെ, ചിലർ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആത്മീയ ശക്തി കൊണ്ടും അവർ ജയിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ അവർ ജയിച്ച് മുമ്പിലോട്ട് പോകുന്നു. എന്നാൽ അനേക വിശുദ്ധന്മാർ കർത്താവെ അങ്ങനെ ജയിച്ചു കയറാൻ കഴിയാതെ പിശാചിന്റെ മായാ വലയത്തിനകത്ത്, മോഹ വലയത്തിനകത്ത് അവർ കൊടുക്കുന്ന ഓഫറിന്റെ മുമ്പിൽ കർത്താവെ വീണ് തകർന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ജീവിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് ഈ വൈകിയ സമയത്ത് അടിയങ്ങൾ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കർത്താവെ ആ മോഹങ്ങളെ വിട്ടോടി ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ ദൈവം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനെ വിട്ട് കളയുവാൻ ദൈവം നമ്മളോട് പറയുന്നു. അത് പിതാവിൽ നിന്നല്ല, അത് ലോകത്തിൽ നിന്ന് വരുന്നെന്ന് വചനം പറയുന്നു. അതേ കർത്താവേ, ഇന്ന് ഈ സമയം അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം. ഏതോ സഹോദരിമാർ, ഏതോ ദൈവദാസന്മാർ ഹൃദയം കൊണ്ട് ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു, അകത്തുള്ളത് മാറുന്നില്ല, എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും മാറ്റാൻ പറ്റുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം, സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകം മാറും,
ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. എന്ത് പ്രതികൂലം വന്നാൽ, പ്രശ്നം വന്നാലും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിനകത്തുള്ള അമോഹ സ്വപ്നങ്ങളെ ഈ സെക്കൻഡിൽ അടിച്ചുടച്ചുകൊണ്ട് നമുക്ക് മുമ്പിലോട്ട് പോകാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.